ഇപ്പൊ ഒരു കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങാണ്. അപ്പോഴും നമ്മൾ ഇതുപോലെ ക്യാഷ് ആയിട്ടും ഗോൾഡായിട്ടും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പൊ അത് ടാക്സബിൾ ആണോ? അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങാണെന്ന് വിചാരിക്കും. അപ്പം നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഗോൾഡൊക്കെ പോകും, നമ്മുടെ കേരളത്തിൽ സ്ഥിതിക്ക് വെച്ചിട്ട് ഒരുപാട് ഗോൾഡൊക്കെ പേരിടലിന് കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് എക്സെപ്റ്റഡ് ആണ്. അതായത് ഇൻകം ടാക്സ് ആക്ടിൽ റിലേറ്റീവ്സ്, അതായത് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, ഇപ്പോൾ പാരൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ്, ഇപ്പോൾ കുട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ പേരക്കുട്ടികൾ, അതേപോലെ തന്നെ സിബ്ലിങ്സ്, സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ, അതേപോലെ തന്നെ ഇപ്പോൾ അവരുടെ സ്പൗസ്, ഇപ്പോൾ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് ഇൻകം ടാക്സ് ആക്ടിൽ ഇത്തിരി ബ്രോഡാണ് ഈ റിലേറ്റീവ് എന്ന് പറഞ്ഞൊരു ടൈം. അതായത് നമ്മൾ നേരെ മുകളിലേക്ക് നേരെ താഴത്തേക്ക് എന്ന് പറയാം. അതായത് ഫാദർ, ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ മദർ, ഗ്രാൻഡ് മദർ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത്. അതുപോലെ തന്നെ താഴത്തേക്ക് പിന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ, ഇപ്പോൾ അവരുടെ സ്പൗസ്, ഇങ്ങനെ ആ ഒരു ഇതിലാണെന്ന് വിചാരിക്കും. ആ ഒരു ചട്ടക്കൂടിലാണ്, ആ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗോൾഡ് ആയാലും അല്ലെങ്കിൽ ക്യാഷ് ആയാലും അതെല്ലാം എക്സെപ്റ്റഡ് ആണ്.